ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 1/4 കോടി രൂപ ഡയാലിസിസ് സഹോദരങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ഫാത്തിമ ആശുപത്രിയുടെ ഡയാലിസിസ് പദ്ധതി. പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി 2017 ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് പദ്ധതി തുടർന്നുള്ള 5 വർഷങ്ങളിൽ 1 കോടിയിലധികം തുക സമാഹരിച്ച് 11,000-ൽ-അധികം ഡയാലിസിസുകൾ സൗജന്യമായി പൂർത്തീകരിച്ച അവസരത്തിൽ പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി ക്രിസ്മസ് നാളിൽ KSRTC ലോ ഫ്ലോർ AC ബസ്സിൽ നിറയെ കേക്ക് അടുക്കി കേക്ക് വണ്ടി എന്ന പേരിൽ നഗരം ചുറ്റി സമാഹരിച്ച 10 ലക്ഷം രൂപയും പിന്നീട് കൊച്ചി രൂപത കേന്ദ്ര ശുശ്രൂഷ സമിതിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചില്ലറക്കാരൻ പദ്ധതി വഴിയായി 26 ലക്ഷം സമാഹരിച്ചതും കഴിഞ്ഞ നവംബർ മുതൽ ആശുപത്രിയുടെ വരുമാനത്തിന്റെ 1% നീക്കിവെച്ചതും മറ്റ് അഭ്യുദയകാംക്ഷികളുടെ സംഭാവനയും കഴിഞ്ഞ ഓണനാളിൽ സംഘടിപ്പിച്ച പഴയടത്തിന്റെ പായസക്കുടം പരിപാടി വഴിയായും സ്വരുക്കൂട്ടിയ 25 ലക്ഷം രൂപ നിർധനരായ ഡയാലിസിസ് സഹോദരങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുന്ന പദ്ധതിക്കായി 2025 നവംബർ 1 മുതൽ ഉപയോഗിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ചലച്ചിത്രതാര സംഘടനയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നിർവഹിച്ചു. സന്തോഷമായിട്ടൊരു പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം ലൈക്ക് ക്വൈറ്റ് ഷോക്ക്ഡ് അറ്റ് മൈസെൽഫ്. പക്ഷേ 25 lakhs ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഡയാലിസിസ് അറ്റ് ഹാഫ് പ്രൈസ്. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് ഫ്രീ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടു ഫാത്തിമ ഹോസ്പിറ്റൽ ഈ ഒരു സംരംഭത്തിന് വെരി വെരി ഹാപ്പി. ആൻഡ് വൺ ഓഫ് മൈ ഫാമിലി ഡോക്ടർ നിജിൽ ഇസ് ഹിയർ. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഫാദർ നിജിൽ, ഹായ്. നമ്മുടെ ഫാമിലി, എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ്, ഞാൻ മാത്രമേ പോകത്തുള്ളൂ അല്ലേ. He's like more like a friend, so nice to see you, Nijal. And thank you so much. Charity brings charity എന്ന് പറയുന്ന പോലെ തന്നെയാണ് this whole thing what I learned from here. And ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ആശയം, അല്ലാതെ ഈ ഒരു ഐഡിയ. I'm just wishing, I hope and wish പേഷ്യൻസ് വരാതെ ഇരിക്കുക ഡയാലിസിസിന് വരി. And many other free treatments. കൊച്ചി MLA KJ മാക്സി, ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS അജയ്കുമാർ, ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീ ഗണേഷ് പ്രഭു, ഡോക്ടർ KV വിലേഷ്, ഡോക്ടർ സുനിൽ റോയ്, ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ നിജിൽ ക്ലീറ്റസ്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി തൈവിറ്റിൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, സേവ്യർ പുള്ളയിൽ, ബോർഡ് മെമ്പർ KS സാബു എന്നിവർ സംസാരിച്ചു. ഫാത്തിമ ഹോസ്പിറ്റലിലെ നമുക്കറിയാം കൊച്ചി രൂപതയുടെ ഹോസ്പിറ്റലാണ്, ഒരു മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു മിഷൻ ചൈതന്യം കൂടെ കൊണ്ടുപോവുക, നിലനിർത്തുക എന്നുള്ളത് എപ്പോഴും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. ഇപ്പോൾ കൊച്ചി രൂപതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രൂപതയിൽ നിന്നും കിട്ടിയേക്കുന്ന നിർദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് 1 പൈസ പോലും, ലാഭത്തിൻ്റെ 1 പൈസ പോലും രൂപതയ്ക്ക് വേണ്ട എന്നുള്ളതാണ്. മറിച്ച് നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന പണം ഇവിടെ തന്നെ ചെലവഴിക്കണമെന്ന്. എന്നാൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പണം ആവശ്യമുണ്ടെങ്കിൽ രൂപത നമ്മൾക്ക് അതിനായിട്ടുള്ള സപ്പോർട്ട് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്രകാരമുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മളായിരിക്കുക. വീണ്ടും ഡയാലിസിസ് പേഷ്യൻസിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് ഇതിന്റെ സൈഡിലുള്ള ഡയാലിസിസ് സംരംഭത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് ചലച്ചിത്രതാരവും അമ്മ പ്രസിഡന്റുമായ ശ്വേതാ മേനോന്റെ സാന്നിധ്യമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. നമ്മുടെ ഈ ഡയാലിസിസ് സംരംഭവുമായിട്ട് സഹകരിച്ച് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നതാണ് ഈ സായാഹ്നത്തെ അനുഗ്രഹീതമാക്കുന്നത്. കൊച്ചി MLAയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും ഡയാലിസിസുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന സുഹൃത്തുക്കളുടെയും ഡയാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രമീകരിക്കുന്ന എല്ലാ പരിപാടികൾക്കും അവരുടെ അധ്വാനം കൊണ്ടും സഹകരണം കൊണ്ടും സഹകരിക്കുന്ന നിരവധി പേര് ഇവിടെയുണ്ട്. ആശുപത്രിയിലെ സ്റ്റാഫുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റ് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുൻപ് ഈ ഡയാലിസിസ് പദ്ധതി, സൗജന്യ ഡയാലിസിസ് പദ്ധതി ആരംഭിക്കുമ്പോൾ അഭിവന്യ പിതാവിൻ്റെയും കൊച്ചി രൂപതയിലെ ഏതാണ്ട് 16 പള്ളികളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും വലിയൊരു സഹകരണം അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇടവേളകളിൽ ചെയ്യേണ്ട ഡയാലിസിസ് സാമ്പത്തിക ബാധ്യത കാരണം മുടങ്ങിപ്പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രയാസം നേരിട്ട് കണ്ടിട്ടാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടിറങ്ങുന്നത്.
ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉള്ളവർ ചിലപ്പോൾ 3ാമത്തെ ഡയാലിസിസ് മുടങ്ങും. പിറ്റേ ഡയാലിസിസിന് പിറ്റേ ആഴ്ച അവരെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും പൈസ ഇല്ല. ശേഷം ചെക്ക് കൈമാറിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളാരും അത് കേട്ടിട്ടുണ്ടാവില്ല. ഈ 25 ലക്ഷം ഇവിടെ 2.5 കോടിയായി മാറട്ടെ എന്നാണ് പറഞ്ഞത്. വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഈ സ്ഥാപനത്തിനെ ഒരു അനുഗ്രഹിച്ചൊരു വാക്കാണത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയാലിസിസ് രോഗികളുടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളമായി ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ അച്ഛൻ എല്ലാവരെയും ഇതിൻ്റെ ഭാഗമായി മാറ്റുകയാണ്. ഉദ്ഘാടക പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. സമൂഹത്തിൽ നിന്ന് ചാരിറ്റിക്ക് പൈസ സംഘടിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ അച്ഛൻ്റെ ഈ വ്യത്യസ്തമായ പ്രോഗ്രാം എല്ലാവരും അറിയാതെ ഇതിലേക്ക് പങ്കാളികളായി മാറുകയാണ്. അതാണ് അച്ഛൻ്റെ ഒരു മാജിക്കായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം. ഉടനെ തന്നെ അമ്മ ശ്മശാനത്തിലേക്ക് ചെല്ലുന്നു. സംഭവിച്ചത് ഇതാണ്. ആരും ഇല്ലാണ്ടിരുന്ന ഈ സ്ത്രീ മരിച്ചെന്ന് കരുതി കുറേ പേർ ശ്മശാനത്തിൽ കൊണ്ടുവരുന്നു. ചിതയിൽ കിടത്തി ചിതയ്ക്ക് തീ കൊളുത്തുന്നു. തീ ആളിക്കത്തുന്ന സമയത്ത് ശരീരത്തിൽ അല്പം വൈസ് മെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 1 പ്രതിനിധികളും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ നെയ്റ്റ്സിന്റെ പ്രതിനിധികളും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും പ്രസ് ക്ലബ്ബ് അംഗങ്ങളും സൈക്കിൾ ടീം കൊച്ചി അംഗങ്ങളും പദ്ധതിയുടെ അഭ്യുതകാംക്ഷികളും ആശുപത്രി ജീവനക്കാരും പങ്കെടുത്ത പരിപാടിയിൽ അമ്മയുടെ പ്രസിഡന്റ് പദവി ലഭ്യതയിൽ ശ്വേതാമനെ പ്രശംസിച്ച് ഡോക്ടർ നിജി ക്ലീറ്റസ് ആലപിച്ച താരാപദം ചേതോഹരം എന്ന ഗാനം പരിപാടിക്ക് മാറ്റുകൂട്ടി. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിര മാമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറുന്നി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിര. ചൈൽഡോട് പാടുന്നത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.